മാക്ബുക്ക് എന്ന് പറയുന്നത് ആപ്പിൾ യൂസ് ചെയ്യുന്നവർക്കറിയാം അത്രമാത്രം യൂട്ടിലിറ്റി ഉള്ള ഒരു ഡിവൈസിനാണ്. പക്ഷേ നമ്മുടെ ഐഫോണിൻ്റെ സെയിം ഇൻ്റർഫേസ് ഉള്ള ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഈ ഒരു മാക്ബുക്കിൽ ലഭിക്കുകയാണെങ്കിൽ യൂട്യൂബ്, ഫേസ്ബുക്ക്, അതേപോലെ വാട്സാപ്പ്, ടെലിഗ്രാം, ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാം, ബാക്കി കുറേയധികം സോഷ്യൽ മീഡിയ, സ്പോട്ടിഫൈ എന്നിങ്ങനെ കുറേയധികം കാര്യങ്ങളും ഗെയിംസും എല്ലാം നമ്മുടെ മാക്ബുക്കിൽ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. കാരണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് മാത്രം ഐഫോണിൻ്റെ സെയിം ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് കാണുക. ഇതേപോലെ പുതിയ പുതിയ ടിപ്സ് ആൻഡ് ട്രിക്സ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റും. സോ ദിസ് ഇസ് യു ബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക്ക. തുടക്കം തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അത് നേരെ നമ്മുടെ ആപ്പ് സ്റ്റോറിലേക്ക് പോവാം. ഇവിടെ സെർച്ച് ബാറിൽ മെനു ബാർ എക്സ് എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കുറേയധികം ഓപ്ഷൻസ് അല്ലെങ്കിൽ കുറേയധികം ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ആദ്യം കാണുന്ന മെനു ബാർ എക്സ് എന്ന ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഈ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുകൊണ്ട് തന്നെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മുടെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഓപ്പൺ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മെനു ബാർ എക്സ് നോട്ടിഫിക്കേഷൻ എന്നാണ്. ഇവിടെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അവിടെ അലോ എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം. ഇവിടെ പൊക്കത്തായിട്ട് ഒരു ചെറിയ ടോഗിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ആപ്പ് സ്റ്റോർ ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പൊക്കത്തുണ്ടാവുന്ന ആ ടോഗിൾ അല്ലെങ്കിൽ ആപ്പ് ഐക്കൺ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഐഫോണിൻ്റെ അല്ലെങ്കിൽ ഫോണിൻ്റെ ഒരു ഇൻ്റർഫേസിലാണ് നമ്മുടെ ഫുൾ ഫ്ലെജ് ആപ്ലിക്കേഷൻസും വന്നിരിക്കുന്നത്. ഇവിടെ ChatGPT, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, വെതർ, ട്രാൻസ്ലേറ്റർ എന്നാണ് കുറേയധികം ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇവിടെ മോർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ടെലിഗ്രാം വന്നിട്ടുണ്ട്, വിചാറ്റ് ലൈനൊക്കെ ചൈനയിലും ജപ്പാനിലൊക്കെ കുറേയധികം യൂസ് ചെയ്യുന്നതാണ്. ഇന്ത്യയിൽ അത്രയും പോപ്പുലർ അല്ല, എന്നാലും യൂസ് ചെയ്യാറുണ്ട്. താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ യൂട്യൂബ് വരുന്നുണ്ട്. അതുപോലെ ടിക്ടോക്ക്, മ്യൂസിക്, സ്പോട്ടിഫൈ, നെറ്റ്ഫ്ലിക്സ്, സൗണ്ട് ക്ലൗഡ് എന്നിങ്ങനെ കുറേയധികം ആപ്ലിക്കേഷൻസും ഈ പറഞ്ഞ മ്യൂസിക് ആൻഡ് വീഡിയോയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രൊഡക്ടിവിറ്റിയിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള ടൂൾസും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. താഴത്തേക്ക് നോക്കുമ്പോൾ ഗെയിംസും കുറേയധികം കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഈ പറയുന്ന ഫ്ലാപ്പി ബേർഡ് എന്ന് പറഞ്ഞ ഗെയിമൊക്കെ ഉണ്ട്. ഫ്ലാപ്പി ബേർഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ഗെയിമാണെങ്കിലും സ്ട്രെസ്സ് ബേസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ല ഗെയിം തന്നെയാണ് ഈ പറഞ്ഞ ഫ്ലാപ്പി ബേർഡ്. താഴത്തേക്ക് പോകുമ്പോൾ കുറേയധികം ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു ആപ്പിൽ ലഭിക്കുന്നുണ്ട്. നേരെ നമ്മുടെ ഈ പറയുന്ന യൂട്യൂബിലേക്ക് ചെല്ലാം. യൂട്യൂബ് ഓപ്ഷനിലേക്ക് ഓപ്പൺ ആക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വന്നു. ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്തുകൊണ്ടാണ് എൻ്റെ ഈ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ഒരു ഓപ്ഷൻ്റെ അവിടെ സൈൻ ഇൻ ആണ് എനിക്ക് കാണിക്കുന്നത്. നേരെ ഈ പറഞ്ഞ സെർച്ച് ചെയ്യാം. തുടക്കം തന്നെ നമ്മുടെ പേര് നമുക്ക് സെർച്ച് ചെയ്യാം. വരുന്നുണ്ടോ നോക്കാം. കറക്റ്റായിട്ട് എല്ലാ റിസൾട്ടും വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഫോണിൽ നോക്കുന്ന പോലെ തന്നെ ഇതിൽ നോക്കാൻ പറ്റും. ഇനി ഇത് ഹോമിലേക്ക് പോകാനായിട്ട് സൈഡിൽ ഈ ഒരു താഴത്തായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് ബോട്ടമായിട്ട് ഒരു ഹോമിൻ്റെ ചിഹ്നം ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. നേരെ നമ്മുടെ ഈ പറഞ്ഞ മെയിൻ മെനുവിലേക്ക് വന്നു. ഇനി ഇൻസ്റ്റഗ്രാം സെലക്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാം സെലക്ട് ചെയ്തപ്പോഴും എൻ്റെ ആദ്യമുണ്ടായ ആ ഒരു ആപ്പിൽ ഞാൻ ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തുകൊണ്ടാണ് കറക്റ്റായിട്ട് ഈ ഒരു ഇൻസ്റ്റഗ്രാം തിരിച്ച് റീലോഗിൻ ആയിരിക്കുന്നത്. നിങ്ങൾ ഓരോ വട്ടം കയറുമ്പോൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാനൊരു ഇൻസ്റ്റഗ്രാം ഇതേപോലെ എൻ്റെ ഓപ്പൺ ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ സഫാരിയിലേക്ക് പോയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നോക്കുകയെന്ന് കരുതുക. പൊക്കത്ത് ഇതേപോലെ ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ ടോഗിൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം തന്നെ അവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. താഴത്ത് നമ്മുടെ മെസ്സേജസ് വന്നിട്ടുണ്ട്, അതേപോലെ റീൽസ് വന്നിട്ടുണ്ട്, പിന്നെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും വന്നിട്ടുണ്ട്. ഈസി ആയിട്ട് നിങ്ങളുടെ വർക്ക് ഈ പറയുന്ന സഫാരിയിലോ അല്ലെങ്കിൽ വേറെ ഏത് ആപ്ലിക്കേഷനിൽ ചെയ്യുമ്പോഴും
നിങ്ങളുടെ ഈ പറയുന്ന യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ ആപ്ലിക്കേഷൻസും സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ ബാക്കി ഏത് ആപ്ലിക്കേഷൻസ് ആണെങ്കിലും കറക്റ്റായിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതും ഐഫോണിൻ്റെ ആ ഒരു സെയിം ഇൻ്റർഫേസിൽ തന്നെ. സോ ഇതാണ് നമ്മുടെ ഈ പറയുന്ന മെനു ബാർ എക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളും എന്ന് പറയുന്നത്. നിങ്ങൾക്കും ഇതേപോലുള്ള പുതിയ പുതിയ യുണീക്ക് ആപ്സുകൾ മാക്ബുക്കിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓരോ ആപ്ലിക്കേഷൻ്റെ പേരും നമ്മുടെ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഫുൾ ഫ്ലെഡ്ജ് കാര്യങ്ങളും നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്കുള്ള എല്ലാ ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ യുണീക്കായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസും നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ എന്തായാലും ഹെൽപ്ഫുള്ളായി അതേപോലെ ഇഷ്ടപ്പെടുന്നു വരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്പനിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത കുറേ കൂട്ടുകാരുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതെല്ലാം നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is your Bin Savior signing from Erica.